പിറ്റേന്ന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ കളിക്കുന്നതും നോക്കി വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ആദിയും അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവൻ പാട്ടുപാടി കൊടുക്കുന്നതും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതും നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഞാൻ നോക്കുന്നത് കണ്ടിട്ടാവണം ആദി കളി മതിയാക്കി എൻ്റെ അടുത്തേക്ക് വന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളിലൂടെ വിയർപ്പു തുള്ളികൾ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഒരു കൗതുകത്തോടെ ഞാൻ അതിലേക്ക് നോക്കി നിന്നു. അത് കണ്ടയുടനെ ആദി ടവൽ ഉപയോഗിച്ച് അതൊക്കെ തുടച്ചു കളഞ്ഞു. എന്നിട്ട് എന്നെയൊന്ന് കൂർപ്പിച്ചു നോക്കി. ഞാനൊന്ന് പുറത്തേക്ക് പോകുക, കുട്ടികളെ ശ്രദ്ധിക്കണം, മഴക്കോളുണ്ട്, വേഗം അകത്തേക്ക് കയറ്റിക്കോ. ഓർഡർ ഇട്ടിട്ട് ആള് പോയി. ആദിയുടെ ബൈക്ക് ഗേറ്റ് കടന്നതും ഞാനും കുട്ടികളുടെ അടുത്തേക്ക് പോയി. കുട്ടികളോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാധവേട്ടൻ വിളിച്ചത്. ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം അവിടേക്ക് പോയി. ദേവൻ മാഷ്. മാഷെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണില്ലായിരുന്നോ? ഇവിടം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി പോന്നു. ഞാൻ അന്ന് പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നോ? മാഷ് അത് പറഞ്ഞപ്പോഴാണ് പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ലെന്ന് ഓർമ്മ വന്നത്. മാഷോട് അങ്ങനെ പറയാനും തോന്നിയില്ല. അന്വേഷിച്ചിരുന്നു മാഷേ, പക്ഷേ കൂടുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൃഥ്വിയെ അന്വേഷിക്കുന്നുണ്ട്. പതിയെ മതി, തിരക്കില്ല. ഞാൻ അത് അന്വേഷിക്കാൻ മാത്രം ഇറങ്ങിയതാ. എന്നാൽ ഞാൻ വരട്ടെ. ശരി മാഷേ. മാഷ് പോയപ്പോൾ വിഷമം തോന്നി. ആദ്യമായിട്ട് ഒരു സഹായം ചോദിച്ചിട്ടും ഞാനത് കാര്യമാക്കി എടുത്തില്ലല്ലോ എന്ന വിഷമം. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടാണെങ്കിലും ഇവരെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. മാഷ് പോയിട്ടും ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പിന്നെ കുട്ടികളുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോഴാണ് ഏതോ ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോള് വന്നത്. ഇത്തിരി സംശയത്തോടെ ഞാൻ ആ കോള് അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണെന്ന് മനസ്സിലായോ? ആ ശബ്ദം കേട്ടപ്പോഴേ എനിക്കാളെ മനസ്സിലായിരുന്നു. ധ്രുവൻ സർ. അപ്പോൾ എന്നെ മറന്നിട്ടില്ല. എന്ത് സർ പ്രത്യേകിച്ച്? എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ ഇപ്പം വിളിച്ചത് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എപ്പോഴാ അതിനു പറ്റിയ സമയം? സാറ് പറഞ്ഞോളൂ, ഞാൻ വരാം. ഓക്കെ, എങ്കിൽ നാളെ വൈകിട്ട് ഇവിടെ ബീച്ചിൽ വന്നാൽ മതി, ഞാനും വരാം. ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ എന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന ആദിയെ കണ്ടു. ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് ആദി അവിടെ കൂടി. പിന്നാലെ ഞാനും. അമ്മുക്കുട്ടി! വീണ് തല പൊട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മുക്കുട്ടി. മറ്റു കുട്ടികളെല്ലാം പേടിയോടെ അവൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഓടിച്ചെന്ന് അമ്മുമ്മോളെ വാരിയെടുക്കാൻ നോക്കിയപ്പോൾ ആദി എന്നെ തടഞ്ഞു. ദേഷ്യത്തോടെ എന്നെയൊന്ന് നോക്കിക്കൊണ്ട് ആദിമോളെ എടുത്ത് നടന്നു. ഞാനും അവൻ്റെ കൂടെ നടന്നു. എൻ്റെ കാറിൻ്റെ അടുത്തേക്കാണ് പോയത്. മോളെ ബാക്ക് സീറ്റിൽ കിടത്തി എന്നെ ഒന്ന് നോക്കി. ഞാൻ ഉടനെ ചാവി ആദിക്ക് കൊടുത്തിട്ട് മോളുടെ കൂടെ പിറകിൽ കയറി. ബോധമില്ലാത്ത അമ്മുമോളെ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. മനഃപൂർവ്വമല്ലെങ്കിലും ഇതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ എന്നൊരു തോന്നൽ. ആദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. മനസ്സിലെ കുറ്റബോധവും അമ്മുമോളുടെ രക്തത്തിൽ കുളിച്ച മുഖവും കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണീരിനൊരു ക്ഷാമവും ഉണ്ടായില്ല. നേഴ്സ് വിളിച്ചപ്പോൾ ആദിയും ഞാനും ഒരുപോലെ എഴുന്നേറ്റു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. ആദിയുടെ കൂടെ ഞാനും പോവാൻ തുടങ്ങി. എന്തിനാ വരുന്നേ? കുട്ടികളെ ശ്രദ്ധിക്കാൻ പറഞ്ഞതല്ലേ? അതും കേൾക്കാതെ വല്ലവരോട് സല്ലപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വല്ലതും പറ്റിയാൽ കണ്ണു നിറച്ചുകൊണ്ടിരിക്കും. വെറുതെ വന്ന് ബുദ്ധിമുട്ടണ്ട, ഇവിടെ നിന്നാ മതി, ആദി ദേഷ്യത്തോടെ പറഞ്ഞു. ധ്രുവൻ സാറിനോട് സംസാരിക്കുന്നത് കേട്ടിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെയാണ് ഈ ദേഷ്യം. തെറ്റ് എൻ്റെ ഭാഗത്തായതുകൊണ്ട് ഞാനൊന്നും പ്രതികരിച്ചില്ല. ആദി മാത്രം അകത്തേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ചെറിയൊരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ധ്രുവൻ സാറുമായി സംസാരിച്ചു നിൽക്കുന്ന ആർദ്രയെയാണ്. അത് കണ്ടപ്പോൾ എന്തോ ദേഷ്യം തോന്നി. അവള് കാണേണ്ട എന്ന് കരുതിയാണ് നേരെ ഗ്രൗണ്ടിലേക്ക് പോയത്. അവിടെ കാണുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അമ്മുമോളെയും. ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നപ്പോൾ ആർദ്രയോടും ദേഷ്യപ്പെടേണ്ടി വന്നു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറോട് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആർദ്രയെയാണ്. ആർദ്ര, ഐ എം സോറി. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. ഐ എം റിയലി സോറി. ആർദ്ര മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു കുറ്റബോധം ആ മുഖത്തും നിഴലിച്ചിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട്. ആർദ്ര ആരാ? കുട്ടി അന്വേഷിക്കുന്നുണ്ട്.
നേഴ്സ് പറഞ്ഞപ്പോൾ ആർദ്രയും ഞാനും അകത്തേക്ക് പോയി. അമ്മുക്കുട്ടി ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ആദി മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തു പറ്റിയതാ? വെപ്രാളത്തോടെയുള്ള എൻ്റെ ചോദ്യം കേട്ടിട്ട് മോള് ചിരിച്ചു. ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കളിക്കുമ്പോൾ വീണതാ. അതിന് ആദ്യം ഇതിനെ കരയണേ? അതില്ലേ മോളെ, നിന്റെ ആദുവിന് മഴ ഒത്തിരി ഇഷ്ടമാണ്. മഴയില്ലാത്തപ്പോഴോ മഴ പെയ്യണമെന്ന് തോന്നിയ അപ്പോൾ കണ്ണിലെ പൈപ്പ് തുറന്നു വയ്ക്കും. പിന്നെ മഴയ്ക്കൊരു ക്ഷാമവും ഉണ്ടാവില്ല. എന്നെ കളിയാക്കിക്കൊണ്ടുള്ള ആദിയുടെ സംസാരം കേട്ടപ്പോൾ ചുണ്ടു കൂർപ്പിച്ച് ഞാൻ അവനെ ഒന്ന് നോക്കി. മുഖത്ത് ഭാവമാറ്റമൊന്നുമില്ലാതെ എൻ്റെ കളി കണ്ട് രസിച്ചിരുന്ന് ചിരിക്കുകയാണ്. അന്ന് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് കാണുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്തോ. മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ വിളി വന്നത്. മാധവേട്ടൻ കാര്യങ്ങളൊക്കെ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഋത്വിയെ ഹോസ്പിറ്റലിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ആരാ വിളിച്ചത്? ആരായാലും താൻ ഉദ്ദേശിച്ച ആളല്ല. ആവശ്യത്തിലധികം പുച്ഛം വാരി എറിഞ്ഞിട്ടുള്ള മറുപടി കേട്ടിട്ടും ആദി ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഋത്വി വന്നു. എന്നെയും ആദിയെയും ഒരുമിച്ച് കണ്ടത് തീരെ പിടിച്ചിട്ടില്ലെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. എന്നെ ഒന്ന് കനപ്പിച്ച് നോക്കിയിട്ട് ഋത്വി ആദിയോട് സംസാരിച്ചു. ഞാൻ ഇവളെ കൊണ്ടാക്കിയിട്ട് വരാം, ഋത്വി ആദിയോടായി പറഞ്ഞു. വേണ്ട ഋത്വി, ഞാൻ ഇവിടെ നിന്നോളാം. മോൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? കാര്യം ന്യായമായതുകൊണ്ട് ഋത്വി എതിർത്തില്ല. എങ്കിൽ ആദ്യം വയ്ക്കോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഋത്വിക്ക് എല്ലാം കൂടി പെരുത്ത് കയറിയെങ്കിലും ഒന്നും മിണ്ടാതെയിരുന്നു. പിറ്റേന്ന് വൈകിട്ട് മോളെ ഡിസ്ചാർജ് ആക്കി സ്നേഹതീരത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ധ്രുവൻ സാറിൻ്റെ കോള് വന്നത്. ഇന്ന് വൈകിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത് താൻ മറന്നുപോയിരിക്കുന്നു. ഡ്രാക്കുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡിസ്ചാർജ് ആക്കിയോ? അവൾ ഓക്കെയാണ് സർ, ഡിസ്ചാർജ് ചെയ്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ സർ. സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ദേഷ്യത്തോടെ നോക്കുന്ന ആദിയെ കണ്ടത്. അത് കണ്ടപ്പോൾ മനസ്സിൽ സന്തോഷം തോന്നി. പൊസസീവ്നെസ് പ്രേമത്തിൻ്റെ ലക്ഷണമാണല്ലോ. അവിടെ എത്തിയപ്പോഴേക്കും അമ്പിളി വന്നു. മോളുടെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. ആദിയേട്ടാ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നെ എന്താ വിളിക്കാതിരുന്നേ? നിന്നെ അവിടെ നിന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തിരക്കിനിടയിൽ നിന്നെ അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? അപ്പോൾ ആർദ്ര വന്നതോ? ആർദ്ര അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കാറിലല്ലേ ഹോസ്പിറ്റലിൽ പോയത്? അതെ. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അതിനും കുശുമ്പാണോ? ഒരു ചിരിയോടെ ആദി ചോദിച്ചപ്പോൾ അമ്പിളി പരിഭവത്തോടെ മുഖം തിരിച്ചു. എനിക്ക് കുശുമ്പൊന്നുമില്ല. അതും അവളോട്. പിന്നെന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. അമ്പിളി തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഈ പെണ്ണിൻ്റെ പ്രശ്നം എന്താ? അവൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പം തന്നെ അത് മാറ്റാൻ പറയുന്നതാണ് നല്ലത്. വെറുതെ അവൾക്ക് ആശ കൊടുക്കണ്ട. എല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കണം. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഋത്വി എന്നോട് ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. ഡി, ശരിക്കും നിങ്ങൾ തമ്മിൽ സെറ്റായോ? ഇല്ല. പിന്നെന്തിനാ ധ്രുവൻ സാർ വിളിച്ചപ്പോൾ അവൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ? എനിക്കറിയില്ല. നിന്നെ അവൻ ഇഷ്ടമാണോ? അല്ലായിരുന്നു, ഇപ്പോൾ ആണ്. സംശയത്തോടെ എന്നെ നോക്കി ഋത്വിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ആദിയോട് എൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നു. അവന് അന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. കുറേ വഴക്കും പറഞ്ഞ് ഓടിച്ചു വിട്ടു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ കാര്യത്തിൽ അല്പം പൊസസീവായിട്ടുണ്ട്. അത് എനിക്കുള്ള ഗ്രീൻ സിഗ്നൽ അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ആദ്യം ഒരു ദിവസം അവൻ്റെ ഇഷ്ടം നേരിട്ട് എന്നോട് പറയും. അതുവരെ ഒരു തരത്തിലും ഞാൻ അവനെ ശല്യപ്പെടുത്തില്ല. ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നേ. ആദു, ഞാൻ തുറന്നു പറയാലോ, ഒരു തരത്തിലും ആദ്യം നിനക്ക് ചേരില്ല. നീ ഇതൊക്കെ ഇപ്പം തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇല്ല ഋഥി, സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ആദ്യം എനിക്ക് ചേരില്ലായിരിക്കും. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ആദ്യം തടസ്സം നിൽക്കില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിന്റെ ലൈഫിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ലൈഫ് ഒന്നേ ഉള്ളൂ. നീ എന്ത് തീരുമാനമെടുത്താലും അത് 100 വട്ടം ആലോചിച്ചിട്ടായിരിക്കണം. നീ എന്ത് ഈ കാര്യത്തിൽ എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നേ? ബെസ്റ്റ് ഫ്രണ്ട്, അതിനപ്പുറം നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. അത്രയ്ക്ക് ഭയാനകമായിരുന്നു ഋത്വിയുടെ മുഖഭാവം. പെട്ടെന്ന് കാർ നിർത്തി
എന്നെ പുറത്തേക്ക് വലിച്ചിട്ടു. മുഖമടച്ചൊരു അടിയായിരുന്നു അതിൻ്റെ മറുപടി. ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലേ? എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചേക്കണേ? ഫ്രണ്ട്ഷിപ്പിന്റെ വിലയറിയാത്ത ഫ്രണ്ടായി 2 ദിവസം കഴിഞ്ഞ് ഉടനെ പെൺകുട്ടികളെ ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു ചീപ്പ് മാനായിട്ടാണോ നീ എന്നെ കണ്ടത്? പൃഥ്വി, റിയലി സോറി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നീ ആദിയുടെ കാര്യത്തിൽ എതിർക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ്. ശരിയാണ്, എതിർത്തിരുന്നു. നീ ചോദിച്ചില്ലേ ബെസ്റ്റ് ഫ്രണ്ടിനപ്പുറം എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന്? ഉണ്ട്. എൻ്റെ പെങ്ങളായിട്ട് കണ്ടിരുന്നു. നിന്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനും അമ്മയായിട്ട് കണ്ടിരുന്നു. അതൊക്കെ തെറ്റായി പോയെന്ന് ഇന്ന് മനസ്സിലായി. ഇനി നിന്റെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ ഞാനില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പൃഥ്വി, റിയലി സോറി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നീ ആദിയുടെ കാര്യത്തിൽ എതിർക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ്. ശരിയാണ്, എതിർത്തിരുന്നു. നീ ചോദിച്ചില്ലേ ബെസ്റ്റ് ഫ്രണ്ടിനപ്പുറം എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന്? ഉണ്ട്. എൻ്റെ പെങ്ങളായിട്ട് കണ്ടിരുന്നു. നിന്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനും അമ്മയായിട്ട് കണ്ടിരുന്നു. അതൊക്കെ തെറ്റായി പോയെന്ന് ഇന്ന് മനസ്സിലായി. ഇനി നിന്റെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ ഞാനില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ.